അമ്മേ, എന്താ അമ്മേ ഇന്ന് ഇത്ര പെട്ടെന്ന് വന്നേക്കുന്നെ? ഇന്ന് ഹാഫ് ഡേ ആയിരുന്നു മോളെ, അതാ പെട്ടെന്ന് വന്ന്. അല്ല, നീ എത്ര നേരമായി വന്നിട്ട്? ഞാനും ഇപ്പോഴാ വന്നേ അമ്മേ. ആണോ? നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല അമ്മേ, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്താടി രാവിലെ ഇതൊക്കെ നിനക്ക് വേണ്ടിട്ടല്ലേ വെച്ചിട്ടുണ്ടാക്കി പോയത്? വേസ്റ്റ് ആകും, വാ കഴിക്കാം. വേണ്ട അമ്മേ, ഞാൻ പിന്നെ കഴിച്ചോളാം. എടി സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ എങ്ങോട്ടാ പോകുന്നത്? അമ്മേ, ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോ തൊട്ട് ഭയങ്കര ടയേർഡാ. കുറച്ചു നേരം ഞാനൊന്ന് ഉറങ്ങി നന്നായിട്ട് റെസ്റ്റ് ചെയ്യട്ടെ. അതിന് നിനക്ക് കഴിച്ചിട്ട് പോയി ഉറങ്ങിക്കൂടെ? അയ്യോ വേണ്ട അമ്മേ, രാവിലെ കോളേജ് ക്യാന്റീനിൽ നിന്ന് 11 മണിക്ക് ഞാൻ വട വാങ്ങിച്ചു കഴിച്ചായിരുന്നു. അത് കഴിച്ചോണ്ട് ഇപ്പോഴും വയറ് നിറഞ്ഞിരിക്കുവോ. ശരി, പോയി റെസ്റ്റ് എടുക്ക്. സാർ, നിങ്ങളോ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സുഖം തന്നെയല്ലേ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു സർ. അകത്തേക്ക് വരൂ സർ. വരൂ സർ. ദാ ഇവിടെ ഇരിക്കൂ. സർ, ഒരു 2 നിമിഷം ഞാൻ പോയി എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരാം. ആയിക്കോട്ടെ. ഇതാ ജ്യൂസ് കുടിച്ചോളൂ. ഇങ്ങോട്ട് ഇരിക്കേ. പിന്നെന്തൊക്കെയുണ്ട്? നമ്മുടെ ബാങ്കിലെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല സർ. പക്ഷേ സാറ് മാനേജറായിരുന്നപ്പോ ഇതിനേക്കാൾ നന്നായിരുന്നു സർ. എന്നാ ഇപ്പോ ഉള്ള മാനേജർ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ പോലും വല്ലാതെ ദേഷ്യപ്പെടും. ഇപ്പൊ ഓരോ ദിവസവും ഞങ്ങൾ പേടിച്ചാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണോ? എല്ലാരും ഒരേപോലൊന്നും ആയിരിക്കില്ലല്ലോ. എന്താ കാര്യം സർ? പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അല്ല, ഈ വീട്ടിലെ അഡ്രസ് താങ്കൾക്ക് എങ്ങനെയാ കിട്ടിയത്?
നമ്മുടെ ഓഫീസ് കൊളീഗ് മോൻ സാറിനെ അറിയില്ലേ? ആ അതെ. അയാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വഴി കൂടിയാണ് പോയത്. ഉം ഹും. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ 3rd ഫ്ലോറിലാണ് ലീലാവതിയുടെ വീടെന്ന് മോൻ സാർ പറഞ്ഞു. ആഹാ. അതുകൊണ്ടാണ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെയായിരുന്നോ? എന്നാലും എന്നെ ഓർമ്മ വെച്ച് കാണാൻ വന്നല്ലോ, വളരെ നന്ദി സർ. അയ്യോ, അതൊന്നും സാരമില്ല. ശരി, നിന്റെ പ്രമോഷന്റെ കാര്യമൊക്കെ എന്തായി? പ്രമോഷനെ പറ്റിയൊന്നും ആരും പറയുന്നില്ല സർ. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയെങ്കിൽ പ്രമോഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് തന്നെ സംശയമാണ് സർ. ഉം. അതുകൊണ്ട് എപ്പോ കിട്ടുന്നോ അപ്പ കിട്ടട്ടെ എന്ന് ഞാനും വിട്ടു. അങ്ങനെയാണോ? ശരി, നമ്മുടെ ശോഭ മാഡം എങ്ങനെയുണ്ട്? അവർക്ക് എന്താ സർ, അവര് നല്ല സന്തോഷത്തിലാ സർ. ഉം. ഞാനും ശോഭാ മേഡവും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഉം. പഴയ മാനേജരെ പോലെ ഒരാളെ കിട്ടില്ലെന്ന് മേഡം എപ്പോഴും നിങ്ങളെപ്പറ്റി പറയാറുണ്ട്. ഓ, അങ്ങനെയാണോ? ഉം. അമ്മേ, ആ വാ മോളെ, ഇതാണ് എന്റെ മോള് സാറേ. ഓ, എന്തൊക്കെയുണ്ട് മോളെ, സുഖമാണോ? ആ സുഖമാണ് സാർ. മോളെന്താ പഠിച്ചോണ്ടിരിക്കുന്നേ? ഞാനിപ്പോ BE സെക്കൻഡ് ഇയറാ സാറേ. ഓ, സാറ് ഞങ്ങളുടെ പഴയ ബാങ്ക് മാനേജറാണ്. ഓ ആണോ? ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ, പിന്നെ ഒരു ദിവസം വരാം. എന്താ സാറേ ഇത്, ലഞ്ച് ടൈം ആയില്ലേ, കഴിച്ചിട്ട് പോകാം. അയ്യോ, ഇന്ന് വേണ്ട, എനിക്കിന്നൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. എന്തായാലും വീട് മനസ്സിലായല്ലോ. വേറൊരു ദിവസം വന്ന് നല്ല റിലാക്സ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. ഓക്കെ? എന്നാ ശരി സർ, ഇത് സാറിന്റെ വീട് പോലെ എപ്പോ വേണമെങ്കിലും വരാം. ശരി, എന്നാ ഞാനിപ്പോൾ ഇറങ്ങട്ടെ. ആ ശരി സർ. ഉം. ഞാൻ പിന്നീട് വരാവേ. ശരി സർ, സൂക്ഷിച്ചു പോണേ. ആ ശരി, താങ്ക് യു. ഉം. മാഡം എന്തു ചെയ്തോണ്ടിരിക്കയാ? ഒന്നുമില്ല അമ്മേ, ചുമ്മാ ഫോണില് റീൽസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. അത് ഞാൻ കണ്ടു. ഈ ഫോണും തോണ്ടി ഇരിക്കുന്ന നേരം ബുക്ക് എടുത്ത് പഠിക്കായിരുന്നില്ലേ? വല്ലാണ്ട് ബോറടിക്കുന്ന അമ്മേ. ബോറടിക്കുന്നെന്നോ? എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പുറത്തു പോയാലോ? ശരി, ഇപ്പൊ എവിടെ പോവാനാ? ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ആ അമ്മേ, എന്നാ പിന്നെ അങ്ങോട്ട് പോവാം. എന്നാ ശരി, വാ പോവാം. ഉം